ഉൽപ്പത്തി പുസ്തകം 49 അധ്യായം 25 മുതൽ 33 വരെയുള്ള തിരുവചനങ്ങൾ. നിന്റെ പിതാവിൻ്റെ ദൈവത്താൽ അവൻ നിന്നെ സഹായിക്കും. സർവശക്തനായവൻ തന്നെ അവൻ മീതെ ആകാശത്തിലെ അനുഗ്രഹങ്ങളാലും താഴെ കിടക്കുന്ന ആഴത്തിൻ്റെ അനുഗ്രഹങ്ങളാലും മുലയുടെയും ഗർഭത്തിൻ്റെയും അനുഗ്രഹങ്ങളാലും നിന്നെ അനുഗ്രഹിക്കും. നിൻ പിതാവിൻ്റെ അനുഗ്രഹങ്ങൾ എൻ്റെ ജനകന്മാരുടെ അനുഗ്രഹങ്ങൾക്കു മീതെ ശാശ്വത ഗിരികളുടെ അറ്റത്തോളം പ്രബലപ്പെട്ട് അവ യോസഫിൻ്റെ തലയിലും തൻ്റെ സഹോദരന്മാരിൽ പ്രഭുവായവൻ്റെ നറുകയിലും വരും. ബെന്യാമീൻ കടിച്ചു കീറുന്ന ചെന്നായി, രാവിലെ അവൻ ഇരപിടിച്ചു വിഴുങ്ങും, വൈകുന്നേരത്ത് അവൻ കവർച്ച പങ്കിടും. ഇസ്രായേൽ ഗോത്രം 12 ഇവയാകുന്നു. അവരുടെ പിതാവ് അവരോട് പറഞ്ഞത് ഇതുതന്നെ. അവൻ അവരിൽ ഓരോരുത്തന് അവനവന്റെ അനുഗ്രഹം കൊടുത്ത് അവരെ അനുഗ്രഹിച്ചു. അവർ അവനോട് ആജ്ഞാപിച്ചു പറഞ്ഞത്, ഞാൻ എൻ്റെ ജനത്തോട് ചേരുമ്പോൾ നിങ്ങൾ ഹിത്യനായ എഫ്രാന്റെ നിലത്തിലെ ഗുഹയിൽ എൻ്റെ പിതാക്കന്മാരുടെ അടുക്കൽ തന്നെ എന്നെ അടക്കേണം. കനാൻ ദേശത്ത് മമ്രയ്ക്ക് സമീപം അബ്രഹാം ഹിത്യനായ എഫ്രാനോട് നിലത്തോടുകൂടി ശ്മശാന ഭൂമിയായി ജന്മം വാങ്ങിയ മക്കപ്പേല എന്ന നിലത്തിലെ ഗുഹയിൽ തന്നെ. അവിടെ അവൻ അബ്രഹാമിനെയും അവൻ്റെ ഭാര്യയായ സാറായെയും ഇസഹാക്കിനെയും അവൻ്റെ ഭാര്യയായ റബേക്കയെയും അടക്കി. അവിടെ ഞാൻ ലേയെയും അടക്കി. ആ നിലവും അതിലെ ഗുഹയും ഹിത്യരോട് വിലയ്ക്ക് വാങ്ങിയതാകുന്നു. യാക്കോബ് തൻ്റെ പുത്രന്മാരോട് ആജ്ഞാപിച്ചു തീർന്ന ശേഷം അവൻ കാൽ കട്ടിലിന്മേൽ എടുത്തു വച്ചിട്ട് പ്രാണനെ വിട്ട് തൻ്റെ ജനത്തോടു ചേർന്നു.